നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഗുവാഹട്ടിയിൽ മൂന്നാം ദിവസത്തെ രണ്ടാം സെഷൻ കഴിയുമ്പോഴും ശുഭവാർത്തയല്ല ടീം ഇന്ത്യക്ക്. രണ്ടാം സെഷനിൽ നമുക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായി. അങ്ങനെ ആദ്യ സെഷനിലെ 4 വിക്കറ്റുകൾ അടക്കം 7 വിക്കറ്റ് പോയി നിൽപ്പാണ്. പക്ഷേ അവസാനം വാഷിംഗ്ടൺ സുന്ദറിനൊപ്പം കുൽദീപ് യാദവ് ദൃഢനിശ്ചയത്തോടെ ക്രീസിലുണ്ട്. രണ്ടുപേരും ചേർന്ന് ഒരുപാട് സമയമായിട്ട് ഇന്ത്യയുടെ സമ്പൂർണ്ണ തകർച്ച ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു ഭാഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രീസിൽ വാഷിംഗ്ടൺ സുന്ദർ 66 പന്തുകളിൽ നിന്ന് 33 റൺസുമായിട്ട് നിൽക്കുന്നു. കുൽദീപിൻ്റെ പോരാട്ടവും എടുത്തു പറയണം. അദ്ദേഹം 82 പന്തുകൾ സർവൈവ് ചെയ്തിരിക്കുന്നു. 2 ഫോറുകളുടെ സഹായത്തോടെ 14 റൺസുമായിട്ട് നിൽക്കുന്നു. ഏതായാലും ടീം ഇന്ത്യ ഇപ്പോൾ ഇന്നത്തെ രണ്ടാം സെഷൻ അവസാനിക്കുമ്പോൾ 7 വിക്കറ്റിന് 174 എന്ന നിലയിലാണ്. സ്റ്റിൽ 315 റൺസ് പുറകിലാണ്. സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറിന് ഇപ്പോഴും നമ്മൾ 315 റൺസ് പുറകിലാണ്. ആദ്യ സെഷനിൽ തന്നെ നമുക്ക് 4 വിക്കറ്റുകൾ പോയിരുന്നല്ലോ. കുൽദീപ്, യശസ്വി ജയ്സ്വാൾ ആദ്യം നമുക്ക് നഷ്ടമായത്. യശസ്വി ജയ്സ്വാൾ രാഹുൽ കൂട്ടുകെട്ടിൽ രാഹുലിനെ ആയിരുന്നു. രാഹുൽ 22 റൺസ് അടിച്ചു. ജയ്സ്വാൾ 58 റൺസ് അടിച്ചു. പിന്നെ സായി സുദർശൻ 15, ധ്രുവ് ജുറൽ ഡക്ക് 7. ഇങ്ങനെ വിക്കറ്റുകൾ നമുക്ക് നഷ്ടമായിരുന്നു. രവീന്ദ്ര ജഡേജ 6, നിതീഷ് കുമാർ റെഡ്ഡി 10. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 95-1 എന്ന നിലയിൽ നിന്ന ടീം 122-7 എന്ന നിലയിലേക്ക് വീണു. അവിടെ നിന്നാണ് ഈ വാല്യുബിൾ ആയിട്ടുള്ള റൺസ് വാഷിംഗ്ടൺ സുന്ദറും കുൽദീപ് യാദവും ചേർന്നുകൊണ്ട് അടിച്ചിരിക്കുന്നത്. 66 പന്തുകൾ, 1 ഫോറും 1 സിക്സും അടക്കം 33 റൺസുമായിട്ട് വാഷിംഗ്ടനും, 82 പന്തുകളിൽ നിന്ന് 2 ഫോറിൻ്റെ സഹായത്തോടെ 14 റൺസുമായിട്ട് കുൽദീപും ക്രീസിൽ പൊരുതുകയാണ്. ഇത് നമ്മളെ വലിയ രൂപത്തിൽ രക്ഷിക്കുമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ 2 പേരുടെ പോരാട്ട വീര്യം നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. സമ്പൂർണ്ണ തകർച്ച ഒഴിവാക്കാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവസാന സെഷനിൽ എത്ര സമയം ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല. വരാനുള്ളത് ബൂംറയും സിറാജും മാത്രമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. യൻസൺ 4 വിക്കറ്റ് എടുത്തു. ഹാമർ 2 വിക്കറ്റ്. കേശവ് മഹാരാജ് 1 വിക്കറ്റ്. ഇപ്പോൾ നമുക്ക് ഈ കളി ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്ക റൈറ്റ് ഓൺ ടോപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.